ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾ തംബ്നെയിലും ടൈറ്റിലും കണ്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലെ 5 കിടിലൻ ടിപ്സ് ആൻഡ് ട്രിക്സിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു ട്രിക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ലാഗ് അടിപ്പിക്കില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ ചാനലിപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വെറും 54 ഫോളോവേഴ്സേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു 100 ഫോളോവേഴ്സ്, ഞാൻ അതേ ഒന്നും പറയുന്നില്ല, ഒരു 100 ഫോളോവേഴ്സ് നിങ്ങൾ സപ്പോർട്ട് ചെയ്താക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം എന്ന് വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോയിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ നമ്മുടെ ചാനലിലുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും, അതുപോലെ തന്നെ എന്തെങ്കിലും ഗിവ് അവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്കും ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയാൻ പോകുന്നത്, നിങ്ങൾക്കിപ്പോൾ ഒരാൾ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചു. നമുക്ക് ആ ഒരു മെസ്സേജ്, ആ ഒരാഴ്ച മെസ്സേജ് നമുക്ക് കാണുകയും ചെയ്യണം. അത് നമ്മൾ കണ്ടെന്ന് അയാൾക്ക് അറിയുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഒന്നാമത്തെ ടിപ്പ്. അപ്പോൾ അതിന് വേണ്ടി നമുക്കിപ്പോൾ നമ്മുടെ മെസ്സേജസ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ പോയാൽ നമുക്കിപ്പോൾ ഒരു മെസ്സേജ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രിവ്യൂ ആയിട്ട് ആ ഒരു മെസ്സേജ് കാണാം. പക്ഷേ ഒന്നിലധികം മെസ്സേജ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 2 ന്യൂ മെസ്സേജസോ അല്ലെങ്കിൽ 3 ന്യൂ മെസ്സേജസോ എത്രയായിരുന്നു ആ ഒരു മെസ്സേജ് അങ്ങനെ ആ ഒരു രീതിയിലേക്കും കാണുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഒന്നാമത്തെ ടിപ്പ്. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അയച്ച ആ ഒരു മെസ്സേജിൻ്റെ അയാളുടെ ഒരു യൂസർ നെയിം നിങ്ങൾ സെർച്ച് ബാറിൽ ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങളെങ്ങനെ സെർച്ച് ചെയ്യാമെന്നതിൽ ആ ഒരു സംഭവം വരും. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അയാളുടെ അക്കൗണ്ട് ആ ഒരു പ്രൊഫൈൽ വരും. അതിൽ നിങ്ങൾക്ക് മുകളിലൊരു 3 ലൈൻസ് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു 3 ലൈൻസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു 3 ലൈൻസ് ക്ലിക്ക് ചെയ്ത ഒരു പോപ്പ് വരും. അതിൽ നിങ്ങൾക്ക് ഇവിടെ റെസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞിട്ട് മൂന്നാമതൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തൊരു പോപ്പ് വരും. അതിൽ നിന്ന് ഡിസ്മിസ് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു ഡിസ്മിസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാളുടെ അക്കൗണ്ട് ആ ഒരു റെസ്ട്രിക്റ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ അയാൾ ഇനി മെസ്സേജ് അയക്കുന്നതൊക്കെ നമ്മുടെ ഫോണിൽ റിക്വസ്റ്റ്, അതായത് ഇൻസ്റ്റാഗ്രാമിൽ റിക്വസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ മെസ്സേജസ് ഓപ്ഷനിൽ പോയാൽ അവിടെ മുകളിലായിട്ട് റിക്വസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ ഒരു സംഭവത്തിലേക്ക് ആ ഒരു മെസ്സേജ് കാണാവുന്നതാണ്. അപ്പോൾ ആ ഒരു റിക്വസ്റ്റിലേക്കായിരിക്കും ഇനി അയാൾ അയക്കുന്ന മെസ്സേജൊക്കെ പോകുന്നത്. അപ്പോൾ റിക്വസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഫോളോ ചെയ്യാത്ത ഒരാൾ നമുക്ക് മെസ്സേജ് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു റിക്വസ്റ്റ് എന്നൊരു ഓപ്ഷനിലേക്ക് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഓപ്ഷനിലേക്കായിരിക്കും ഇനി അയാൾ അയക്കുന്ന മെസ്സേജൊക്കെ ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു മെസ്സേജ് കാണാം. അപ്പോൾ അത് നമ്മൾ കണ്ടെന്ന് അയാൾക്ക് തിരിയുകയില്ല. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ കുഴപ്പം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് തിരിച്ച് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ അവിടെ അൺറെസ്ട്രിക്റ്റ് കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് അതാണ് തിരിച്ച് മെസ്സേജ് അയക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ അൺറെസ്ട്രിക്റ്റ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ നമ്മൾ ആ ഒരു മെസ്സേജ് കണ്ടെന്ന് അയാൾക്ക് തിരിയുകയും ചെയ്യും. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടാൽ ആ ഒരു പോസ്റ്റിൽ അയാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കമൻറ്റ് നമുക്ക് അപ്രൂവ് ചെയ്താൽ മാത്രമേ ആ ഒരു കമൻറ്റ് അവിടെ കാണിക്കുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ രണ്ടാമത്തെ ടിപ്പിൽ പോകാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പ്രൊഫൈൽ തന്നെ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയാം. നമുക്കിപ്പോൾ ഒരു ഗ്രിഡ് ലൈൻ കാണാൻ കഴിയും. അതിൽ നമ്മുടെ ഫോട്ടോസും വീഡിയോസും നമ്മൾ ഇട്ട പോസ്റ്റുകളൊക്കെ കാണാൻ കഴിയും. അതിന് തൊട്ടടുത്ത് റീൽസ് കാണാം, അതിന് തൊട്ടടുത്ത് IGTV കാണാൻ കഴിയും. പിന്നെ അതിനപ്പുറത്ത് ഒരു നമ്മൾ ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സെക്ഷനും കാണാൻ കഴിയും. പക്ഷേ നിങ്ങൾ ചിലരുടെ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു പുതുതായിട്ടൊരു ബുക്കിൻ്റെ ഒരു ഫോട്ടോ ഒന്ന് കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കുറേ ഒരു സംഭവമായിട്ട് ഒരു ആൽബമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഒരു ആൽബത്തിനുള്ളിൽ ഒരുപാട് പോസ്റ്റുകൾ, അപ്പോൾ അടുത്ത ആൽബത്തിനുള്ളിൽ വേറെ പോസ്റ്റുകൾ, അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഈ ഒരു ആൽബം ക്രിയേറ്റ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ ടിപ്പ്. അപ്പോൾ ഞാനും ഒരു ആൽബം ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണാൻ കഴിയും, ഒരു വീഡിയോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ എഡിറ്റിങ്ങിൽ ഞാൻ എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്ത പോസ്റ്റുകളൊക്കെ, വീഡിയോ എഡിറ്റിംഗ് വീഡിയോസൊക്കെ ഞാൻ അതിൽ ആ ഒരു ആൽബമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ ആ ട്രിപ്പ് പോയ സ്ഥലത്തിൻ്റെ പേര് വെച്ചിട്ട് ആ ഒരു ആൽബം ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു കുറേ പോസ്റ്റുകൾ എടുത്തിട്ട് നമ്മൾ ആ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റൊക്കെ നമുക്ക് ഈ ഒരു ആൽബത്തിൽ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു സംഭവത്തിലേക്ക് ആഡ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇതിന് വേണ്ടി വളരെ സിമ്പിളാണ്. നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ എടുത്തിട്ട് മുകളിൽ നിങ്ങൾക്ക് ഒരു പ്ലസ് ഐക്കൺ കാണാം. ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഒരു ഗൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കാണാം, അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു സംഭവം ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ആ ഒരു സംഭവം ക്ലിക്ക് കൊടുത്താൽ
നിങ്ങൾക്ക് ഒരു പോസ്റ്റ് എന്ന അതിൻ്റെ സംഭവം കാണാം. മൂന്ന് സംഭവങ്ങൾ കാണാം. അതിൽ പോസ്റ്റ് എന്ന സംഭവം കാണാം. അത് ക്ലിക്ക് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് തന്നെ നിങ്ങൾ സേവ് ചെയ്ത് വെച്ച പോസ്റ്റും വീഡിയോസൊക്കെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ പോസ്റ്റുകളൊക്കെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ട വീഡിയോസോ ഫോട്ടോസോ എല്ലാം നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് മുകളിലൊരു നെക്സ്റ്റ് ഓപ്ഷൻ കാണാം. ആ നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് കൊടുത്താൽ അടുത്ത പേജ് പോകും. അപ്പോൾ അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ഒരു പക്ഷേ തന്നെ നെയിം കൊടുക്കാൻ പറയും. ഒരു ആൽബത്തിന് നെയിം കൊടുക്കുക. ഞാനിപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ആയതുകൊണ്ട് വീഡിയോ എഡിറ്റിംഗ് കൊടുക്കും. അതുപോലെ തന്നെ എനിക്കൊരു കവർ ഇമേജ് കൊടുക്കുക. അതായത് പക്ഷേ തന്നെ കാണുമ്പോൾ ഒരു ഫോട്ടോ ഉണ്ട്. അപ്പോൾ തംബ്നെയിലോ അങ്ങനെ നിങ്ങൾക്ക് പറയാം. ഇപ്പോൾ അങ്ങനെ ഒരു കവർ ഇമേജ് കൊടുക്കുക. അതുപോലെ തന്നെ താഴെയായിട്ട് ഓരോ ഫോട്ടോയും ഓരോ പോസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഓരോ പേര് കൊടുക്കാൻ പറയുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ആ ഒരു വീഡിയോ ആ ഒരു വീഡിയോന് ടൈറ്റിൽ ഏതാണോ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ടൈറ്റിലൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് മുകളിലായിട്ട് സംഭവം കാണാം. ക്ലിക്ക് കൊടുത്താൽ നിങ്ങൾക്ക് അങ്ങനെ പബ്ലിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ആൽബമായിട്ട് കാണാം. അത് ക്ലിക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ആൽബമായിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കറണ്ട് പോയി. അപ്പോൾ നമുക്ക് എന്തായാലും മൂന്നാമത്തെ ടിക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ കറണ്ട് വന്നു. കറണ്ട് പോയി. ഓക്കെ, അപ്പോൾ കറണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ പോകുന്നതാണ് അറിയില്ല. എന്തായാലും നമുക്ക് അടുത്ത ടിക്ക് നോക്കാം. മൂന്നാമത്തെ ടിക്ക് എന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഹോം പേജിൽ തന്നെ ഒരുപാട് പോസ്റ്റ് വരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരാളുടെ അക്കൗണ്ടിൽ പോസ്റ്റുകളൊന്നും വരണ്ട. നമുക്കിപ്പോൾ ആ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യണം. പക്ഷേ ആരുടെ അക്കൗണ്ടിൽ നമുക്ക് ഒരു പോസ്റ്റുകളൊന്നും നമുക്ക് കാണണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മ്യൂട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി വളരെ സിമ്പിളാണ്. നിങ്ങൾ ആ ഒരു അക്കൗണ്ട് എടുക്കുക. ആ ഒരു അക്കൗണ്ട് എടുത്തതിന് ശേഷം അവിടെ ഫോളോയിങ്ങിൻ്റെ അവിടെ ഒരു എറോ മാർക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മ്യൂട്ടെന്ന് കാണാം. മ്യൂട്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അയാളെ ഇനി എടുത്ത പോസ്റ്റുകളൊന്നും ഹോം പേജിൽ വരില്ല. അയാളുടെ ആ ഒരു പ്രൊഫൈലിൽ പോയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റ് കാണാൻ കഴിയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ മൂന്നാമത്തേൽ വേറൊരു ടിക്കും കൂടി പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു അക്കൗണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഇഷ്ടപ്പെട്ട അക്കൗണ്ട് നമുക്ക് ഹോം പേജിൽ തന്നെയായിരിക്കും നമ്മുടെ ആ ഒരു പോസ്റ്റുകളൊക്കെ കാണാൻ കഴിയുക. എല്ലാവരും നമുക്ക് അയാളുടെ പോസ്റ്റുകൾക്ക് എന്താ പറയുക നോട്ടിഫിക്കേഷനായിട്ട് വരണം. അതായത് നമുക്കിപ്പോൾ അയാൾ IGT വിട്ടാലും റീൽസ് ഇട്ടാലും അല്ലെങ്കിൽ ലൈവ് വീഡിയോ ഇട്ടാലും എന്തിട്ടാലും തന്നെ നമുക്കിപ്പോൾ ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു സിമ്പിൾ ട്രിക്കാണ്. അപ്പോൾ ഇത് പലർക്കും അറിയുന്ന ട്രിക്കായിരിക്കും. അതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ആ ഒരു അക്കൗണ്ട് എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു അക്കൗണ്ട് എടുക്കുക. അടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് ഒരു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കാണാം. അതായത് റീൽസ്, IGT, പോസ്റ്റ്, ഫോട്ടോ, വീഡിയോ എല്ലാത്തിൻ്റെയും അവിടെ സംഭവം കാണാം. അത് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പക്ഷേ ലൈവ് വീഡിയോ കാണാം. ലൈവ് വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ സേവ് ടു ഓൾ എന്ന് ക്ലിക്ക് കൊടുത്താൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അയാൾ ഇടുന്ന പോസ്റ്റുകളിലൊക്കെ പിന്നീട് അങ്ങോട്ടേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എന്നെ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലും കൂടി ഒന്ന് ബെല്ലൈക്കൺ ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് നാലാമത്തെ ട്രിക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നാലാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് ഇത് കുറേ പേർക്ക് ഒരു ഇഷ്ടപ്പെടുന്ന ട്രിക്കാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മുടെ ഒരു സ്റ്റോറിയിൽ നമുക്കിപ്പോൾ ഒരു ഫോട്ടോ ഇടാൻ പറ്റുള്ളൂ. ആ ഒരു മെയിനായിട്ടൊരു ഫോട്ടോ. ആ ഒരു ഫോട്ടോയിലല്ലാതെ നമുക്ക് ലെയറായിട്ട് കുറേ ഫോട്ടോകൾ നമുക്ക് ഇടാൻ കഴിയില്ല. നമുക്ക് iOS ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ ആൻഡ്രോയിഡ് ഇതുവരെ അങ്ങനെ ആ ഒരു അപ്ഡേറ്റ് ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുവന്നില്ല. നിങ്ങൾക്ക് ആപ്പൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇതൊരു അപ്ഡേറ്റ് വന്നില്ല. പക്ഷേ ഇപ്പോൾ ഇതൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ബീറ്റ വേർഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോർ പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് സെർച്ച് കൊടുത്താൽ ഇൻസ്റ്റാഗ്രാം അങ്ങനെ ആ ഒരു പ്ലേ സ്റ്റോർ എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബീറ്റ എന്നൊരു സംഭവം വരും. അപ്പോൾ അതിൽ ജോയിൻ കാണാം. ജോയിൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജോയിൻ ക്ലിക്ക് കൊടുത്താൽ നിങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കും. ഒരു 2-3 മിനിറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ഉണ്ടെന്ന് പറഞ്ഞൊരു സംഭവം കാണും. അപ്പോൾ അപ്പോൾ ആ ഒരു ജോയിൻ ആയതിനു ശേഷം നിങ്ങൾക്ക് മുകളിലായിട്ടൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും. ആ ഒരു അപ്ഡേറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് ആ ഒരു സംഭവം കിട്ടുന്നതായിരിക്കും. എന്നിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. അതായത് നിങ്ങൾ വേറെ അക്കൗണ്ടിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് സ്വിച്ച് ചെയ്തിട്ട് വീണ്ടും ഈ ഒരു അക്കൗണ്ടൊക്കെ സ്വിച്ച് ചെയ്ത് അങ്ങനെ ചെയ്ത് കൊടുത്താൽ അല്ലെങ്കിൽ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ക്ലിയർ ക്യാഷ് ഒക്കെ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബീറ്റ വേർഷൻ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് കുറച്ച് ദിവസം കൊണ്ട് ആപ്ഡേറ്റ് വരുമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ കഴിയും. അതായത് Gbox എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. ആ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് ഒരു കീബോർഡൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാം ഒഫീഷ്യലായിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്താൽ ആ ഒരു ഒഫീഷ്യലായിട്ട് ഈ ഒരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും ഇതെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്റ്റോറി ടാബ് പോവുക. സ്റ്റോറി ടാബ് പോയിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് റെഡിയാക്കി വെക്കുക. അങ്ങനെ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം നിങ്ങൾ അതിന് മുകളിലായിട്ടൊരു സ്റ്റിക്കർ ഉണ്ടാവും. നമ്മൾ ഒരു സ്റ്റിക്കറിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആ ഒരു സ്റ്റിക്കർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഒരു പ്ലസ് ഐക്കനായിട്ട് ഒരു സംഭവം കാണാൻ കഴിഞ്ഞാൽ അവിടെ മാർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സംഭവം ക്ലിക്ക് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസൊക്കെ കാണാം. അതിൽ നിങ്ങൾക്ക് ഓരോ ഫോട്ടോ ഇങ്ങനെ ആഡ് ചെയ്ത് ഇങ്ങനെ ഫോട്ടോകൾ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരുപാട് ഫോട്ടോകൾ ആഡ് ചെയ്തു. ഒരു 10-15 ഫോട്ടോ ആഡ് ചെയ്തു. എന്നിട്ട് അത് എന്താ പറയുക കുറേ ഫോട്ടോ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്രയും അതിന് ലിമിറ്റൊന്നും അറിയില്ല. അപ്പോൾ അതിന് കുറേ ഫോട്ടോസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് 5-ാമത്തെയോ ഓക്കെ അടുത്ത ട്രിക്ക് നോക്കാം.
ഓക്കെ, അപ്പോൾ അഞ്ചാമത്തെയും അവസാനത്തെയും ട്രിക്ക് എന്ന് പറയാൻ പോകുന്നത് ഇത് കുറേ പേർക്ക് അറിയാവുന്ന ഒരു ട്രിക്കായിരിക്കും. അപ്പോൾ അതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരാൾക്ക് മെസ്സേജ് അയക്കാണ്, നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ മെസ്സേജ് അയക്കാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഒരുപാട് വീഡിയോസൊക്കെ അയക്കുന്നുണ്ടാവും. അങ്ങനെ അയക്കുന്ന ആ ഒരു വീഡിയോസൊക്കെ ആ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവും. നമ്മുടെ ഫയൽ മാനേജറിൽ സേവ് ആവുന്നില്ല. അപ്പോൾ അങ്ങനെ ഫയൽ മാനേജർക്ക് സേവ് ആണെന്നുണ്ടെങ്കിൽ ഇത് കുറേ പേർക്ക് അറിയാവുന്ന ഒരു ട്രിക്കായിരിക്കും. അപ്പോൾ അതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു വീഡിയോ എടുക്കുക. ആ വീഡിയോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്യുക. അങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു മോർ എന്നൊരു ഓപ്ഷൻ ഇവിടെ വരും. ആ ഒരു മോർ ഓപ്ഷൻ ക്ലിക്ക് കൊടുത്താൽ മുകളിലേക്ക് സേവ് എന്നാണ്. ആ സേവ് ക്ലിക്ക് കൊടുത്താൽ നിങ്ങളുടെ ഫയൽ മാനേജറിലേക്ക് സേവ് ആവുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഫയൽ മാനേജറിൽ ഒരു മൂവീസ് എന്നൊരു ഫോൾഡറിൽ, ഇൻസ്റ്റാഗ്രാം എന്നൊരു ഫോൾഡറിൻ്റെ ഉള്ളിൽ അത് സേവ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.